സീരിയലിലെ വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നയാളാണ് അർച്ചന സുശീലൻ. മാനസപുത്രി എന്ന സീരിയലിലെ ഗ്ലോറി എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് അർച്ചന മിനിസ്ക്രീനിലെത്തുന്നത്. സോഫിയെ എപ്പോഴും ഉപദ്രവിച്ചിരിക്കുന്ന ഗ്ലോറിയെ ജീവിതത്തിലും വില്ലത്തിയാണെന്ന് ധരിച്ചവർ വരെയുണ്ടായിരുന്നു. ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയതോടെയായിരുന്നു താരത്തിൻ്റെ ഇമേജ് തന്നെ മാറിമറിഞ്ഞത്. നടിയും അവതാരകയുമായ ആര്യ ബഡായുടെ മുൻ ഭർത്താവായിരുന്ന രോഹിത് അർച്ചനയുടെ സഹോദരനായിരുന്നു. അന്നുമുതൽ ഇരുവരും തമ്മിൽ സ്നേഹബന്ധമുണ്ട്. ആര്യയും രോഹിത്തും വിവാഹമോചനം നേടിയെങ്കിലും അർച്ചനയും ആര്യയും തമ്മിലുള്ള സൗഹൃദം ഇന്നും തുടരുന്നുണ്ട്. പുതിയൊരു അഭിമുഖത്തിൽ അർച്ചന ആര്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. എൻ്റെ മുൻ നാത്തൂൻ ആണ് ആര്യ. വിവാഹമോചനത്തിന് ശേഷവും ആര്യയും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആര്യയെ അന്നും ഇന്നും എനിക്ക് ഒരുപോലെയാണ് ഇഷ്ടം. ഞാനോ ആര്യയോ കാരണമല്ലല്ലോ ഒന്നും സംഭവിച്ചത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അന്നും ഇന്നും എനിക്ക് സംസാരിക്കാൻ വളരെ കംഫർട്ടബിളായ ഒരാൾ തന്നെയാണ് ആര്യ. അവളൊരു നല്ല വ്യക്തിയാണ്. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾക്കുമനുസരിച്ച് തീരുമാനങ്ങൾ മാറും. പക്ഷേ ഞങ്ങളുടെ സ്വഭാവം മാറില്ലല്ലോ. അവളുടെ സ്വഭാവം എനിക്കിഷ്ടമാണ്. അതൊരിക്കലും മാറില്ല. എല്ലാം പഴയതുപോലെയാണ്. ഉയർച്ചയിലും താഴ്ചയിലും പരസ്പരം താങ്ങായി നിൽക്കാറുണ്ട് ഞങ്ങൾ. ഞാൻ എങ്ങനെയാണോ ആര്യയെ കണ്ടിരുന്നത് അതിൽ ഇതുവരെയും ഒരു മാറ്റം വന്നിട്ടില്ല. എൻ്റെ സുഹൃത്തിന് ഞാൻ കൊടുത്ത വാല്യൂ ആണത്, അർച്ചന അഭിമുഖത്തിൽ പറഞ്ഞു. വ്യക്തിജീവിതത്തെക്കുറിച്ചും അർച്ചന പറയുന്നുണ്ട്. ഞാൻ ഫീൽഡ് വിട്ടിട്ട് ഏകദേശം 5 വർഷമായി. US-ൽ സെറ്റിൽഡാണ്. വിവാഹം കഴിഞ്ഞു, ഒരു മകനുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എന്നും അർച്ചന കൂട്ടിച്ചേർത്തു. 11ാം ക്ലാസ് മുതൽ അഭിനയിക്കുന്നുണ്ടെന്നും താൻ അഭിനയിച്ചിരുന്ന സമയത്ത് യൂട്യൂബ് നോക്കി പഠിക്കാനൊന്നും സാഹചര്യമുണ്ടായിരുന്നില്ലെന്നും നടി പറഞ്ഞു. ഞാൻ അഭിനയം പഠിച്ചത് മറ്റുള്ള മുതിർന്ന താരങ്ങൾ അഭിനയിക്കുന്നത് കണ്ടാണ്. ഇപ്പോൾ എന്തിനും ഏതിനും ഗൂഗിളുണ്ടല്ലോ. ഞാൻ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റുകളിൽ ഒന്നിനെക്കുറിച്ചും ഓർത്ത് എനിക്ക് കുറ്റബോധമില്ല. മാതാപിതാക്കൾ വളരെ സപ്പോർട്ടീവായിരുന്നു. പ്രൊജക്റ്റ് സെലക്ട് ചെയ്യും മുമ്പ് അവരുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. സീരിയൽ വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പ്രശസ്തിയും ലഭിച്ചത്. ഭാഗ്യവതിയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ബിഗ് ബോസ് എൻ്റെ ലൈഫൊക്കെ മാറ്റി. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. സീരിയൽ ഞാൻ വിടുമെന്ന് കരുതിയതേയില്ല. വയസ്സായി, നരവന്ന അമ്മച്ചി റോളുകൾ ഒക്കെ ചെയ്യുമെന്ന് കരുതി. അതായിരുന്നു പ്ലാനിങ്. മാനസപുത്രി വില്ലത്തി റോൾ തുടരെ ചെയ്ത് ചെറിയ പ്രശ്നങ്ങൾ പോലും ഞാൻ വയലൻ്റാകുമായിരുന്നു.